ഇത് തെറയാട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാരമ്പര്യമുള്ള ഒരു കലയാണ്. ഒരു അനുഷ്ഠാനം. എൻ്റെ അച്ഛൻ എല്ലാ ആളുകളൊക്കെ തന്നെ തെറയാട്ടമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ കാലപരിധിക്കില്ല. ഞാൻ ചെറുപ്പം മുതൽ ഒരു 5 വയസ്സ് തന്നെ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കാവ് പോകുന്നതല്ല, അടുത്ത കാവ് പോയിട്ട് ഇങ്ങനെ അനേറെ അച്ഛനെ കൂടെ സഹായിക്കൂ. അങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് കടന്നത്. ഇത് കരുനാഗം എന്നുള്ള വകുപ്പുപെട്ട തെറയാണ്. തെയ്യല്ല, തെറയാട്ടം. നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ തെറയാട്ടമാണ്. ഇത് ഇപ്പോൾ ഞാൻ എഴുതുന്നത് മുഖത്തെഴുത്താണ്. ഞാൻ മുഖത്തെഴുത്താണ് ഉപയോഗിക്കുന്നത്. അതാണ് എഴുതുന്നത്. ഇതിൽ ഒന്ന് അരി അരച്ചിട്ടാണ് വയറ്റുണ്ടാക്കുക, വെള്ളം ഉണ്ടാക്കുന്നത്. ഇതിപ്പം പുതിയ കാലത്ത് അരി അരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് സിങ്ക് വൈറ്റാണ് ഉപയോഗിക്കുന്നുള്ളൂ. അതാ. പിന്നെ റെഡ് പൗഡറിന് പകരം അത് കാരെന്നാണ് ഞങ്ങൾ പറയാം. മുമ്പൊക്കെ ചായല്ലിയാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ചായല്ലിയും കിട്ടാത്തതുകൊണ്ട് നമ്മളെ ഫാൻസി ഷോപ്പ് പോയിട്ട് റെഡ് പൗഡർ വാങ്ങും. അങ്ങനെയൊക്കെ പണ്ടാകുന്നതല്ല. പണ്ട് ഈ മെഷീൻ പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ അകത്ത് ഇത് തിരിയിട്ടിട്ട് അതിൻ്റെ കരി പിടിപ്പിച്ചിട്ടാണ് ഇത്. അനുഷ്ഠാനപരമായിട്ട് കാവിൽ നടത്തുന്ന പരിപാടിയിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഉപകരണമാണ് കുറുങ്കുഴൽ. അത് അനുഷ്ഠാനപരമായ വാദ്യമാണ്. അല്ലാതെ ഈ കുറുങ്കുഴലുണ്ട്, പഞ്ചവാദ്യക്കാർ ഉപയോഗിക്കുന്ന കുറുങ്കുഴൽ, അത് ശാസ്ത്രീയമാണ്. ഇത് ശാസ്ത്രീയതല്ല, ഇത് പാരമ്പര്യമായി പോരുന്ന ഞങ്ങൾ തന്നെയാണ് അതിൻ്റെ ശ്രീവാളി എന്നാണ് പറയാം. കുറുങ്കുഴലിൽ ഉപയോഗിക്കുന്നത് ശ്രീവാളിയാണ്. ഇവിടുന്ന് കൊണ്ടുവരുന്നതാണ്, ദൂരത്ത് തഞ്ചാവൂരിൽ നിന്ന്. ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ സാധനമൊക്കെ. അങ്ങനെയാണ്. പിന്നെ ഇത് പ്രത്യേകിച്ച് ശാസ്ത്രീയമൊന്നുമില്ല ഞങ്ങളത്. ഞങ്ങൾ ഇങ്ങനെ അച്ഛൻ വഴിക്ക് ഇങ്ങനെ പഠിച്ചുണ്ടായി കൊണ്ടുവന്നത്. ഇത് വളരെ അപൂർവ ആൾക്കാർ, ആരുമില്ല. ഞങ്ങൾ 2-3 ആൾക്കാർ ഇപ്പോൾ നിലവിലുള്ളൂ കോഴിക്കോട് ഭാഗത്ത്. കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരു ഫോക്ലോർ അലൂമിനിയുടെ ഭാഗമായിട്ട് ഒരു വേൾഡ് ഫോക്ലോർ ഡേ, ലോക ഫോക്ലോർ ദിനാഘോഷം നടത്തുന്നു. ഒരു ഓഗസ്റ്റ് 22-ന്. അങ്ങനെ വിപുലമായ ഒരു ആഘോഷമാണ്. അപ്പം ഫോക്ലോർ അക്കാഡമി ആയിട്ട് സഹകരിച്ച് ആണ് ആ പരിപാടി നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പപ്പേട്ടനെ ആദരിക്കാൻ തീരുമാനിച്ചു. കാരണം ഒരു തിറ കെട്ടുന്ന കലാകാരൻ, കോഴിക്കോട്ടുള്ള ഞങ്ങൾ അറിയുന്നൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ പപ്പേട്ടനെ ആദരിക്കുകയാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു പപ്പേട്ടൻ്റെ ജീവിതത്തിൽ ഈ തിറ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു തിറ കലാകാരൻ എന്നുള്ള രീതിയിൽ കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരമായിട്ട് പപ്പേട്ടൻ പിന്നെ അതിനെ കാണുകയാണ്. പിന്നീട് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് പറയുമ്പം കുറച്ച് എന്താ പറയുക, സങ്കടകരമായൊരു കാര്യം കൂടി പറയണം പപ്പേട്ടനായിട്ട് ബന്ധപ്പെട്ടിട്ട്. കാരണം പപ്പേട്ടൻ നാടകക്കാരനാണ്, പാട്ടുകാരനാണ്, ഈ രീതിയിലൊക്കെ എല്ലാവരും അംഗീകരിച്ച ഒരാളാണ് പപ്പേട്ടൻ. പക്ഷേ തൻ്റെ യഥാർത്ഥ തട്ടകം, താൻ എവിടെ നിന്നാണോ വരുന്നത്, പാരമ്പര്യമായിട്ട് തനിക്ക് കൈമാറി വന്നൊരു കല ഏതാണോ അതിൽ താൻ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ബോധം, അല്ലെങ്കിൽ ആ ഉള്ളിൽ പപ്പേട്ടൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോൾ തോന്നുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഫോക്ലോർ അക്കാഡമി ഓരോ വർഷവും പല ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ആ അവാർഡ് കൊടുത്ത ആൾക്കാരുടെ പട്ടികയൊക്കെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ മാനദണ്ഡം എന്താണെന്ന് ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും. രാത്രി ഓലപ്പുരയ്ക്ക് കീഴെ മങ്ങിക്കത്തുന്ന ചിമ്മിനി വിളക്കിൻ്റെ വെളിച്ചത്തിൽ അച്ഛൻ ഓട്ടമുക്കാലിൽ സ്വർണ്ണക്കടലാസ് പതിച്ച് ശ്രീവല്ലിയുടെ സ്വർണ്ണമാല പണിയുന്നത് കൗതുകത്തോടെ 6 വയസ്സുകാരൻ നോക്കിയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഒരു സന്ധ്യയ്ക്ക് ചുറ്റുവട്ടത്തെ 6-7 സ്ത്രീകളും
2 പുരുഷന്മാരും കക്ഷത്ത് ചുരുട്ടി വെച്ച തഴപ്പായയും 4-5 ഓലച്ചൂട്ടുമായി പടിയിറങ്ങി യാത്രയ്ക്കൊരുങ്ങുന്നു. നടത്തം തന്നെ. ആഞ്ഞു വീശുന്ന ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ കുണ്ടനിടവഴിയിലൂടെയുള്ള യാത്ര അവസാനിക്കുന്നത് പുത്തൂർമടം വള്ളിക്കുന്നിലെ മുകളിലത്തെ നിരപ്പായ പറമ്പിൽ. അലങ്കാരമില്ലാത്ത സ്റ്റേജിൻ്റെ മുന്നിലെ വെലവും പാകിയ നിലത്ത് അമ്മയും ബന്ധുക്കളോടുമൊപ്പം ഓരം ചേർന്നിരുന്നു. അരങ്ങത്ത് മുറിച്ചെടുത്ത വാഴത്തടിയിൽ കുത്തി നിർത്തിയ ചെടിക്കൊമ്പുകൾ. അത് ഉദ്യാനമാണ്. അവിടേക്ക് 2 തോഴികളോടൊത്ത് പാടിക്കൊണ്ട് ശ്രീവല്ലി കടന്നു വരുന്നു. ഒരാഴ്ച മുമ്പ് ഓട്ടമുക്കാലിൽ സ്വർണ്ണക്കടലാസ് പതിച്ച് ആഭരണമിട്ട സുന്ദരിയെ തന്നെ നോക്കി നിന്നു. അത് അച്ഛനായിരുന്നു. എനിക്ക് കല എന്നുള്ളതാണ്. എനിക്ക് കല, എന്തൊക്കെ കല. ഞാൻ ചെറുപ്പം തന്നെ ആയിരുന്നു. എങ്ങനെയാണ്, എൻ്റെ അച്ഛൻ നാടകക്കാരനാണ് പണ്ടത്തെ പഴയ സംഗീത നാടകം. ആ നാടകത്തിൽ അച്ഛൻ പെൺവേഷം കിട്ടുന്ന ആളായിരുന്നു. വല്യരാമൻ എൻ്റെ അച്ഛൻ്റെ ടൈറ്റിൽ അക്കാലത്ത്. ആ നാടകം കഴിച്ചിരുന്ന ഇത് കാശുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിന് തന്നെ പോയിട്ട് അക്കാലത്ത്. അങ്ങനെ അച്ഛൻ്റെ ആ കളികളും ഇതൊക്കെ എനിക്ക് ചെറിയൊരു ഓർമ്മയുള്ളൂ. എൻ്റെ പെങ്ങന്മാർക്ക് ആദ്യം ഓർമ്മയുള്ളത്. എനിക്ക് കുറച്ച് പക്ഷേ ഒന്ന് ഞാൻ കണ്ട അവസാനമായിട്ട് ആ പഴയ സംഗീത നാടകം ഒന്ന് കളിക്കണമെന്ന് ഏതൊരാൾ പറഞ്ഞ് ഒരുപാട് കാശ് ശേഷം അവസാനം അത് നിലനിന്ന് പോയി. സംഗീത നാടകം എന്നുള്ളത് അസ്തമിച്ചപ്പോൾ ആർക്കോ ഒരാഗ്രഹം നാട്ടിലെ ആ നാടകം ഒന്നുകൂടി കാണണം. അങ്ങനെയാണ് വല്ലിവിലാസം എന്ന് പറഞ്ഞ നാടകം ഈ വള്ളിക്കുന്നിൽ നടക്കുന്നത്. എൻ്റെ ചെറിയ ഓർമ്മയാണ്. എനിക്ക് 5 വയസ്സുണ്ടാവും. അന്ന് അവിടെ പോയതും അതിൻ്റെ നാടകം തുടങ്ങിയ തലേന്ന് എൻ്റെ അച്ഛൻ ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയ മാല ഇങ്ങനെ കടലാസ് പൊട്ടിച്ചിട്ട് ഒക്കെ അത് ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അച്ഛനെ നാടൻ കളിക്കുക അത് ഞാൻ കാണാൻ പോയി. അപ്പം അച്ഛൻ അഭിനയിച്ച ആ ഭാഗവും അവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുന്ന എന്താണ് നാടകമെന്ന്. പിന്നെ പാരമ്പര്യമായിട്ട് അച്ഛനൊരു കലാകാരനായതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് 4-5 പെങ്ങന്മാരുണ്ട്. എനിക്ക് ഒരൊക്കെ കലാകാരികളാണ്. അങ്ങനെ ആദ്യം കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ വളർന്നത്. ചെറുപ്പം തന്നെ ഞാൻ പാട്ടുകാരനായിട്ടാണ് എൻ്റെ തുടക്കം. പാട്ടുകാരാ പുഷ്പം ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ തൊട്ടിക്ക അരികിൽ നീയെത്തുമ്പോ ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ എത്താൻ അരികിൽ നീയെത്തുമ്പോ. അച്ഛൻ എന്തായാലും എൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടായിരുന്നു ജീവിക്കാൻ അച്ഛൻ വിട്ടത്. കാരണം സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഓരോരാളുകൾ ഓരോ പണിക്ക് പോകുമ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുന്ന പണികൾക്ക് പോകുമ്പോഴും അച്ഛൻ ഞാൻ ചിത്രകല ആണ് എനിക്ക് താല്പര്യം നടപ്പോൾ ആ രീതിയിലേക്ക് എന്നെ വിടുകയാണ് ചെയ്തത്. ചെറുപ്പകാലത്താണ് ഞാൻ അങ്ങനെ അച്ഛൻ്റെ സ്റ്റേജിൽ നാടകമൊക്കെ ഇങ്ങനെ കണ്ടത്. കൂത്താണ്ടാന്ന് പറഞ്ഞ നാടകമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതിൽ അച്ഛൻ ബാലചന്ദ്രേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്തു കൂടെ അങ്ങനെ നടന്ന് വരുന്നത്. അപ്പം ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു, അച്ഛൻ്റെ നാടകം പൊളിഞ്ഞു പോയോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെയൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അങ്ങനത്തെ ഒക്കെ ഓരോ അനുഭവങ്ങൾ. ടൗൺ ഹാളിൽ കളിച്ചപ്പോഴൊക്കെ. പക്ഷെ അത് അച്ഛന് അന്ന് ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടി. ഒരു മുറി മാത്രം തുറക്കരി വെക്കലായി അതികൂടമേ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കരി വെക്കലായി അതികൂടമേ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കൊണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങേ
കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ഇവിടെ ആരുമില്ല വീട്ടിലാൾ ഇല്ല. 4 മാസമായിട്ടുള്ള അമ്മ മരിച്ചിട്ട്. അപ്പോൾ ആളില്ലാത്തതിനെ കൊണ്ടാണ് ഇനി ഇവിടേക്ക് കല്യാണം കഴിച്ചത്. ഞാനാണിച്ച 19 വയസ്സ് ചെറിയൊരു കുട്ടി. അപ്പോൾ പിന്നെ 4 മാസം കഴിഞ്ഞ് ഇവിടെ വന്ന് 4-5 ദിവസം കഴിയുമ്പോൾ ഈ അച്ഛനും മരിച്ചുപോയി. അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോഴാണ് ഞങ്ങളെ കല്യാണത്തിൻ്റെ അന്ന് വീട്ടിൽ അന്ന് മരിക്കാൻ കിടക്കല്ലേ. അപ്പോൾ അന്ന് കല്യാണത്തിന് പൂവൊന്നും വെച്ചില്ല, പൂവില്ലാണ്ടിയാണ്. അപ്പോൾ ഞങ്ങളൊരു പെങ്ങളോട് ചോദിച്ചു, എൻ്റെ ഫ്രണ്ട്സുകൾ പൂവ് എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഓരൊക്കെ ചോദിച്ച് ഇവിടെ പൂവ് എവിടെ? ഞങ്ങൾ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തോ പൂവ് എന്ന്. അപ്പം പൂവൊന്നും ഇല്ലാണ്ടിയാണ് കല്യാണം കഴിക്കുന്നത്. അത് പൂവില്ലാതെ ഒരു പെണ്ണ് ഇങ്ങനെ താലി കെട്ടാൻ നിൽക്കുമ്പോൾ നമ്പൂരി അറിയാം, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്, നിങ്ങളങ്ങോട്ട് പോയിന്ന്. അപ്പോൾ ഇവർക്ക് ദേഷ്യം പിടിച്ചപ്പോൾ പറഞ്ഞ് അത് ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാണ് പറഞ്ഞ് കണ്ടിട്ടാണ് ഞങ്ങൾ മാല ഇട്ടത്. മാല മാത്രമേ ഉള്ളൂ, പൂവില്ലാത്ത കല്യാണമാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് പിന്നെ അന്ന് തന്നെയാണ് റിസപ്ഷൻ എന്നൊക്കെ പറയില്ല, അന്ന് ടീ പാർട്ടി. അപ്പം പന്തിരംഗ സ്കൂളിൽ വെച്ചിട്ടാണ് പാർട്ടി. അപ്പോൾ നാടകമുണ്ട്, രാത്രി നാടകമുണ്ട്, കല്യാണത്തിന് അന്ന് നാടകമുണ്ട്. ചെറുപ്പകാലം തൊട്ടേ നമ്മൾ കണ്ട് വീട്ടിൽ റിഹേഴ്സൽ ക്യാമ്പുകൾ, ഒരുവിധ ആളുകൾ, മധുമാഷ പോലുള്ള ആളുകൾ, അച്ഛൻ്റെ സുഹൃത്തുക്കൾ, കോഴിക്കോട്ടുള്ള പല ആളുകൾ റിഹേഴ്സൽ ആണ് അധികം വീട്ടിൽ വെച്ചിട്ടാണ് റിഹേഴ്സൽ ഉണ്ടാവുക. അത് നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ റിഹേഴ്സൽ ക്യാമ്പ് കൂടെയൊക്കെ ഒരുപാട് ഇങ്ങനെ ഓടി നടക്കുകയാണ് ചെയ്യുക. പെട്ടെന്ന് ഒരു പിന്നെ മധുമാഷും ചാടിക്കാരനും ജോൺ അബ്രഹാമാണ്, എനിക്കറിയില്ല. കുറെ കുട്ടികളുണ്ട്, നല്ല മദ്യത്തിലാണ് രണ്ടാളും. പിന്നെ പത്മ ഇവിടെ ചക്കയില്ല, ഇവിടെ ഇപ്പോൾ ചക്ക കൊടുക്കണം പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചക്കയാണ് പ്രധാന ഭക്ഷണം. ഇവിടെ കൊല്ലം മുന്നെയാണല്ലോ, ചിലപ്പോൾ കൊല്ലം മുന്നെയാണ്. ഞാൻ തന്നെ ചക്ക ചക്ക വെച്ച് വൃത്തിയുണ്ടാക്കി. അപ്പം ജോൺ അബ്രഹാം വാരി വെച്ച് തിന്നാ എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ ഇത്ര ഇതുണ്ടായ കാലം ഭക്ഷണം കഴിച്ച് ഞാൻ സന്തോഷം കൊണ്ട് ഞാൻ എൻ്റെ അമ്മേനെ ഓർത്ത് ഞാനറിയാം. ഒരുവിധ നാടകങ്ങളൊക്കെ അച്ഛൻ്റെ അന്ന് ടൗണിൽ ഉണ്ടാകുമായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകും, ഞങ്ങൾ എല്ലാവരും കുടുംബസമേതം പോയി കാണാറുണ്ട്. അന്നൊക്കെ ക്ഷണിക്കപ്പെട്ട സദസ്സിൻ്റെ കൂടെ മഞ്ഞയും കൂട്ടിക്കൊണ്ടുപോകലുണ്ട്. അങ്ങനെ അതാണ് ഞാൻ കുറേ മരിച്ചുപോയ ആളെ പേര് KT മുഹമ്മദിൻ്റെ പെങ്ങളും മോനില്ലേ താജിനെയൊക്കെ പരിചയപ്പെടുത്തിയൊക്കെ താജായിട്ടൊക്കെ കാണുമ്പോഴേ നല്ല ഒക്കെ പപ്പേട്ടൻ്റെ ഇതാണ് അവരായിട്ടൊക്കെ പരിചയപ്പെട്ടത്. പിന്നെ അച്ഛൻ്റെ ഒരു പൊട്ടക്കിണർ എന്ന് പറഞ്ഞൊരു നാടകം താജനുസ്മരണത്തിന് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് T സുരേഷ് ബാബുനാണ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് അച്ഛൻ്റെ നാടകത്തിന് ആ നാടകത്തിന് ആർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയൊരു അനുഭവം തന്നെയാണ്. അച്ഛൻ മനസ്സിൽ എഴുതി വെച്ച സാധനങ്ങൾ നമ്മളൊരു ദൃശ്യത്തിലേക്ക് നമ്മളൊരു ആർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഭയങ്കര ഒരു അനുഭവമായി മാറിയത്. ഇപ്പം എന്ത് നാടകമൊക്കെ ആണെങ്കിലും ശരി, ഞാൻ അതിൻ്റെ പാട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പാട്ട് കൈകാര്യം ചെയ്യുക. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പിന്നെ സുഹൃത്തുക്കൾ കൂടെ കൂടുന്നിടത്ത് പപ്പേട്ട നമുക്കൊരു പാട്ട് ചെയ്യാക്കണ്ടായിരുന്നു, ഇവിടെ പരിപാടിക്ക് പാട്ടിൻ്റെ വയ്ക്കാതെ. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ട്യൂൺ ചെയ്ത്, ഞാൻ തന്നെ പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. നമ്മൾ ഞാനാർ സർക്കാർ കാലത്ത് ജനകീയാസ്ത്രത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായല്ലോ. അന്ന് ഒരു മന്ത്രി വരുന്ന നേരത്ത് ഒരു പാട്ട് പാടണം. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പാടിയ കവിയുടെ നാട്ടിൽ, മലയപ്പുലയനാം മാടൻ്റെ മുറ്റത്തും ഗ്രാമസംഗീതം വിരുന്നു വന്നു. അങ്ങനെ പാട്ടാണ് ഞാൻ എഴുതി ചെയ്ത് പെട്ടി വെച്ച് ഞങ്ങളെ ഈ പ്രദേശത്ത് വായനശാല, അതേപോലെ ഓരോരാളുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഗാനമേളകൾ ഉണ്ടാവും. അധിക ശനി ദിവസങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. പറഞ്ഞു ഈ ഉദ്യോഗസ്ഥരുടെ സിനിമയിൽ പാട്ടാണ് ആ കാലത്ത് ഇങ്ങനത്തെ പാട്ട് ഇറങ്ങിൻ്റെ ആ ഭാഗത്ത് അല്ലേ, ബാബുരാൻ്റെ പാട്ട് അല്ലേ? അതാ അതല്ല ഈ പപ്പേട്ടന് ഇതുവരെ അങ്ങനത്തെ ഒരു
ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ട് പാടി പാവാട ഒരു മിനിറ്റ് ആരും വായിക്കോ? പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ, ഒരു താമര മുട്ടായിരുന്നു നീ. ദാവണി പ്രായത്തിൽ പാതവിടർന്ന നിൻ പൂഞ്ചേല പരുവത്തിൽ പൂവായേ, തേനുള്ളിൽ തുളുമ്പുന്ന പൂവായേ. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ, ഒരു താമര മുട്ടായിരുന്നു നീ. പത്മനാഭനും ഞാനും ആദ്യമായി ബന്ധപ്പെടുന്നത് ഞാൻ പന്തീരങ്കാവ് UP സ്കൂളിലെ അധ്യാപകനായി നിൽക്കുന്ന സമയത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം കൂടി പങ്കെടുക്കുന്ന ഒരു നാടകം അവതരിപ്പിച്ചിരുന്നു. ആത്മബലി എന്നതിന് പേര്. പത്മനാഭൻ അന്ന് പന്തീരങ്കാവ് ഹൈസ്കൂൾ 8ാം ക്ലാസ് പഠിക്കുകയാണ്. കൊല്ലം ഒരു 66-ലാണ്, 66. പിന്നെ അത് ഞാൻ ഒരു ജവാനാണ്. എൻ്റെ വൈഫായിട്ടാണ് പത്മനാഭൻ അഭിനയിക്കുന്നത്. ഈ വീട് ഒരുപാട് റിഹേഴ്സലിന് വേദിയായിട്ടുള്ള ഒരു വീടാണിത്. എൻ്റെ തറവാടാണ്, ഓരംപറമ്പിൽ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ക്ലബ്ബ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കുറേ ആളുകൾ കൂടിയിട്ട് ഒരു ക്ലബ്ബ് രൂപീകരിച്ചു, ഫാൻസി ആർട്സ്. അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ട് എഴുതിയൊരു നാടകം തീർത്ഥാടനം. അതിൽ ഇവിടേക്കുള്ള ആളുകളാണ്, ഒരു 5-8 ആളുള്ളൂ. അതിൽ 5-6 ആൾ ഇപ്പോൾ ഇല്ല, മരിച്ചു പോയിട്ടുണ്ട് അല്ലേ നടന്മാർ. അതിൽ 2 ആൾ ബാക്കിയൊക്കെ ഞങ്ങൾ ഒരേ പ്രായക്കാർ. 2 ആൾ പഴയ ആദ്യകാല നടന്മാരാണ്. ഒരു ബാലൻ, ജയശ്രീൻ്റെ അച്ഛൻ ബാലൻ മുഖപൂര്, പിന്നെ ഒരു EK ശങ്കുണ്ണി. ഇങ്ങനെ 2 പേര് പഴയ നടന്മാരാണ്. വിനോദ് നിസരീൻ്റെ അച്ഛൻ. പിന്നെ അതിൽ പത്മനാഭൻ പെൺവേഷ കിട്ടിയത്. ഞങ്ങളത് സ്ത്രീകളന്ന് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളത് പുതിയ തുടക്കം നിലക്ക് പത്മനാഭന് ഒരു പെൺവേഷം കിട്ടിയതാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ചാൻസ് പന്തീരങ്കാവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അവരൊരു നാടക മത്സരം നടത്തി. ഓർമ്മയുണ്ടോ? അതെ, അതും ഞാൻ എഴുതിയ നാടകമാണ്. കെട്ടിതെങ്ങുന്ന നാടകമാണ് അത്. ചെറിയൊരു നാടകമാണ്, ഒരു 1/2 മണിക്കൂറുള്ള. അപ്പോൾ അത് അവതരിപ്പിച്ചപ്പോൾ അതിൽ 3 പ്രൈസാണുള്ളത്. ഏറ്റവും നല്ല നാടകം, ഏറ്റവും നല്ല നടി, ഏറ്റവും നല്ല നടൻ. അങ്ങനെ 3 പ്രൈസ് കിട്ടിയോട് കൂടിയാണ് ക്ലബ്ബ് നിലനിർത്തിയത്. ഒരാവേശം ഉണ്ടായിരുന്നു. പിന്നെ ആ നിർത്തിയ ക്ലബ്ബ് രണ്ടാമത് ജയിപ്പിച്ച് ഇവിടുന്ന് പന്തീരങ്കാവിൽ റൂമിലെടുത്ത് അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മരിക്കുന്ന മാതിരിയാണ്. അങ്ങനെയാണ് ഈ രംഗത്ത് പിടിച്ച് നിന്നത്. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന പൊറാട്ടമൊക്കെ കെട്ടിയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് സംഗീത ഉപകരണങ്ങളൊക്കെ വാങ്ങി, ഗിറ്റാർ, തബല എല്ലാം വാങ്ങി. പിന്നെ പത്മനാഭൻ എന്ത് ചെയ്തു പറഞ്ഞാൽ കുറച്ചുകൂടി അഭിനയ രംഗം വിട്ടിട്ട് ഗായകൻ എന്ന നിലക്ക് അതും വിട്ടിട്ട് കുറേ കൂടി കഴിഞ്ഞപ്പോൾ രചനയിലേക്കാണ് തിരിഞ്ഞു. പപ്പൻ പന്തീരങ്കാവിൻ്റെ നാടക രചനകൾ, പപ്പൻ പന്തീരങ്കാവിൻ്റെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ ജൈവികമായി അല്ലെങ്കിൽ രക്തം കൊണ്ട് എഴുതുന്ന, ജീവിതം കൊണ്ട് എഴുതുന്ന നാടകങ്ങളെ അവതരിപ്പിക്കുന്ന നാടകകൃത്തുക്കൾ ഒരാളായിരുന്നു പപ്പേട്ടൻ. ഈ പിൻകാലത്ത് ശാന്തകുമാറൊക്കെ ചെയ്ത പോലെ സ്വന്തം ജീവിതം കൊണ്ട് നാടകത്തെ എഴുതിയ ആളുകൾ പെട്ട പപ്പേട്ടൻ. ടൗൺ ഹാളിലൊക്കെ അവതരിപ്പിച്ച നാടകമാണ്. അതിൻ്റെ പേരെന്തായിരുന്നു? AG ചൂലൂരൊക്കെ ഉള്ള വഞ്ചിപ്പാട്ട്. അത് ഞാൻ മേക്കപ്പ് ചെയ്ത് അത് സ്റ്റേറ്റ് മത്സരത്തിൽ പോയിട്ട് ഏറ്റവും നല്ല അവതരണത്തിനുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ട്. പത്മൻ്റെ ഭഞ്ജനം എന്നൊരു നാടകമുണ്ട്. ആ നാടകം ഒരു മത്സരത്തിന് യൂണിവേഴ്സിറ്റിയിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു നാടക മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ റിഹേഴ്സലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അവതരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അത് കാട്ടുപന്നി എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്. അതിൽ കാട്ടുപന്നി എന്ന് പറയുന്നത് ഈ അധികാര വർഗത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അങ്ങനെയൊക്കെയായി ബന്ധപ്പെട്ട സാധനമാണെന്ന് തോന്നുന്നു. ആ നാടകം അവസാനം പറയുന്ന സാധനം എന്താ വെച്ചാൽ നമ്മളെ സംസ്കാരത്തിന് ഒരു മാറ്റം വരാതെ ഇങ്ങനെ പോവും. പല ഭാഗങ്ങളിലും കുറച്ചൊക്കെ തെളിഞ്ഞും മാറി ഉള്ളൊരു അവസ്ഥയിൽ ആ കാട്ടുപന്നിയുടെ തേറ്റ പതിഞ്ഞ പാട് ഇന്നും വ്രണമായി ഉണങ്ങാതെ കിടക്കുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ 1-2 സംഭവങ്ങൾ പറഞ്ഞിട്ട് വലിയൊരു സംഭവമാക്കി മാറ്റാനുള്ള
പപ്പേട്ടൻ്റെ പ്രത്യേകത. വെറുതെ ഒരു നാടകൃത്ത് എന്ന രീതിയിൽ പപ്പേട്ടനെ കാണാൻ പറ്റില്ല. നല്ലൊരു വായനക്കാരനാണ്. അത് വായനശാലൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതൊക്കെ ഭാര്യ അവിടെ തന്നെയായിരുന്നു. അതിൻ്റെ പുറമെ ആ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ച് കേൾക്കുന്നത് പപ്പേട്ടനായിരുന്നു. അവിടെയുള്ള ഒരുമാതിരി എല്ലാ പുസ്തകങ്ങളും വായിക്കും. ഈ വായന അത്രയും ഉള്ളതുകൊണ്ടാണ് ആ കക്ഷിക്ക് വരുന്നത്. ഈ വഞ്ചിപ്പാട്ടെന്ന് പറയുന്ന നാടകം ഞങ്ങൾ അവതരിപ്പിച്ചു. അത് ആ സെലക്ഷൻ കിട്ടി ഞങ്ങൾ അവതരിപ്പിച്ചു. അതിൻ്റെ അവതരണം നമ്മൾ എൻ്റെ പ്രതീക്ഷയ്ക്കൊക്കെ അങ്ങ് അപ്പുറത്ത് ഉള്ളൊരു വിജയമായിട്ട് ആ നാടകം വഞ്ചിപ്പാട്ട്. അത് ഒരു നമ്മുടെ മാവൂർ ഗോളിയർ റോയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീമാണത്. ഈ മാവൂർ ഗോളിയർ റയോൺസ്, അതിനകത്താണ് A.G. ചൂലൂരൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തത്. മാവൂർ ഗോളിയർ റയോൺസ് മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു കലാരൂപേണ പത്മൻ അവതരിപ്പിക്കുക ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കഥാപാത്രങ്ങളെ തേടി ഞങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. A.G. എടുത്ത കഥ മുന്നൂറ്റാൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. A.G. ചൂലൂർ എടുത്ത ഒരു കഥാപാത്രമാണ് ഈ മുന്നൂറ്റാൻ. പറയുന്നൊരു സാധനമുണ്ട്, എനിക്ക് ഇപ്പം വലിയ ഓർമ്മയില്ല തന്നെ, എന്നാലും അത് ഞാൻ അന്ന് ചെയ്തൊരു സാധനം മെമ്മറി വളരെ കുറവാണ്, വേണമെങ്കിൽ സൂചിപ്പിക്കാൻ തോന്നുന്നു. എന്നാലോ എല്ലാ തലയ്ക്കും വിഭവങ്ങൾ എത്തിപ്പെട്ടാൽ ഊണ് കഴിക്കാമെന്നല്ലോ ഒരിക്കലേരി തമ്പുരാക്കന്മാർ കൽപ്പിക്കുകയാണുണ്ടായിട്ടുള്ളതല്ലോ. ഇത് ഇടയ്ക്കായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മുന്നൂറ്റാന്മാർ ഈ അഞ്ചടി പാട്ട് പാടുക, അഞ്ചടി പാടുക, അതുമാതിരി തന്നെ ഇത് ഭക്ഷണത്തിന് മുമ്പുള്ളൊരു സാധനമാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ 21 പദാർത്ഥങ്ങളുണ്ട്. ശേഷം തുടി കൊണ്ട് വന്നവൻ തുടി കൊണ്ടും, ചെണ്ട കൊണ്ട് വന്നവൻ ചെണ്ട കൊണ്ടും, വെറും കയ്യാല വന്നവൻ ഒരു അങ്ങനെ ഒരു കുറച്ച് നീളത്തിലുള്ള സാധനം. എനിക്ക് മെമ്മറി അല്പം കിട്ടുന്നില്ല. എനിക്ക് അതിന് മുമ്പ് ബൈഹാർട്ടായിരുന്ന സാധനം. ഞാനൊക്കെ കോഴിക്കോട് ആർട്ട് ഗാലറിയിലേക്ക് വരുന്ന സമയത്ത് പരതുന്ന കണ്ണുകളിൽപ്പെട്ട ഒരാളാണ് പപ്പേട്ടൻ. കാരണം ഒരു കത്തിച്ച് വെച്ച ഒരു വിളക്ക് പോലെ പപ്പേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ പ്ലസൻ്റാണ്, ഒരു പോസിറ്റീവാണ്. അത് ഞങ്ങൾക്കൊക്കെ തന്നെയുള്ളതാണ്. കാരണം പപ്പേട്ടൻ്റെ മകൻ പരാഗ് നമ്മളെക്കാളും പ്രായം കുറവാണെങ്കിലും പരാഗിനേക്കാളും സൗഹൃദം ഞാനൊക്കെ കീപ്പ് ചെയ്യുന്നത് പപ്പേട്ടനോടാണ്. അത് പപ്പേട്ടൻ തിരിച്ചു അങ്ങനെ തന്നെ. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യനെക്കുറിച്ച് മറ്റൊന്നും പറയാതെ കൃത്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക. നാടകങ്ങളാവട്ടെ, സിനിമയാവട്ടെ, മറ്റു രാഷ്ട്രീയ വിഷയങ്ങളാവട്ടെ ചർച്ച ചെയ്യുന്നത് ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പഠനം നടത്തിക്കൊണ്ട് തന്നെ ഏറ്റവും ചെറുപ്പക്കാർ സംസാരിക്കുന്ന രീതിയിൽ, ഏറ്റവും ചെറുപ്പക്കാരെ ഭാഷ ഉപയോഗിച്ച്, ചെറുപ്പക്കാരെ കാഴ്ചപ്പാട് ഉപയോഗിച്ച് ഈ കാലഘട്ടത്തിൽ ഈ ഒരു വർഷത്തെ ഈ ഒരു ദിവസത്തെ ജീവിതവും കാഴ്ചപ്പാടും തന്നെയാണ് പപ്പേട്ടൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനുശേഷം പത്മനും ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു നാടകമാണ് കൂത്താണ്ടെന്നും പറഞ്ഞൊരു നാടകമുണ്ടായിരുന്നു. അർജുനന് ഉലൂബിയിൽ ജനിച്ച മകൻ ഇരാവാണ് അങ്ങനെ ആ കഥാപാത്രം കൂത്താണ്ടെന്നുള്ള പേരിൽ ആ നാടകം ഒരുപാട് ഇതെല്ലാം ഞങ്ങളെ നീലേശ്വരത്തൊരു സ്ഥലത്ത് പോയിട്ടാണ് ഈ നാടകം എഴുതിയത്. പത്മൻ എഴുതിയ നാടകങ്ങളെ ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളൂ. അന്ന് V. ബാലേന്ദ്രേട്ടനാണ് ആ നാടകത്തിൽ കൂത്താണ്ടേറ്റ് അഭിനയിക്കുന്നത്. അപ്പോൾ ആ നാടകത്തിൻ്റെ ഡയലോഗൊക്കെ സത്യത്തിൽ ഇങ്ങനെ ഇപ്പോഴും മനസ്സ് കിടക്കുക എന്ന് പറയണത് സാധാരണഗതിയിൽ ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന ഒരു വർഗത്തിനോടുള്ള അടിച്ചമർത്തുന്ന ആളുകളോട് മൂപ്പർക്ക് ഒരു പ്രതിഷേധമുണ്ട്. അത് മൂപ്പര് 1-2 വാക്കിൽ ഇപ്പോൾ കൂത്താണ്ട നാടകത്തിൽ തന്നെ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ കല്ലറ സൂക്ഷിപ്പുകാരനായിട്ട് ഒരു തെയ്യം കെട്ടുന്ന അല്ലെങ്കിൽ വേഷം കെട്ടുന്ന ഒരാളെ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് ദേവകുലത്തിന് ചേർന്നതാണോ ഇയാൾ, നമുക്ക് അശുദ്ധി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ
കൂത്താണ്ട ചോദിക്കുന്നു, പപ്പേട്ടൻ ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യം അടിയൻ്റെ പെണ്ണും പിള്ളയുടെ മാറ്റും പുടവയും കൊണ്ടാണ് ഇവിടുത്തെ കോറയും മാറാപ്പും കെട്ടുന്നത്, അപ്പോൾ അടിയൻ അയിത്തുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സംഭവം. അതിൽ വലിയൊരു പ്രതിഷേധം മൂപ്പരെ അറിയിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു കല്ലറ എന്ന് ഈ സൂക്ഷിപ്പുകാരൻ്റെ മേലെ ഒരു കല്ല് വന്ന് വീഴുന്നു. അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു 2 വാക്ക് എന്താ പറയണതെന്ന് വെച്ചാൽ, ഞാൻ തന്നെയാണ് സുഹൃത്തെ, പാട്ടും കളിയുമായി നടന്ന ഒരു പാവം വിദ്യാർത്ഥി, എൻ്റെ പേര് ഇന്നും പ്രതിക്കൂട്ടിലാണ്. പെട്ടെന്നത് വ്യക്തമാവും അതാരാണെന്ന്. അടിയന്തരാവസ്ഥ ആ കാലഘട്ടത്തിൽ തന്നെയാണ് എൻ്റെ നാടകം അവതരിപ്പിച്ചേ. ഫീനിക്സ് എന്നൊരു നാടകമായിരുന്നു. അത് വെച്ചാൽ ഭരണപക്ഷത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ വല്ലാതെ അടിയന്തരാവസ്ഥനെ വല്ലാതെ ദ്രോഹിക്കുന്ന അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു നാടകമായി ഫീനിക്സ്. ബാബു വർഷയിൽ നിന്നാണ് നാടകം ആദ്യമായിട്ട് അഭിനയിച്ച നാടകം ആ നാടകം. അവന് മത്സരനാടകം. അവിടുന്ന് ആ നാടകം സമ്മാനം കിട്ടി. ബെസ്റ്റ് ആക്ടറായിട്ട് ബാബു വർഷയ്ക്ക് അതും കിട്ടി. ചെറുവണ്ണൂരിലെ റഹ്മാൻ ബസാറിൽ അബ്ദുറഹ്മാൻ പാർക്കിലായിരുന്നു അതിൻ്റെ നാടക അവതരണം. 1/2 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അന്ന് ഏറ്റവും മികച്ച നടനുള്ള സമ്മാനം ആ നാടകത്തിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഏറ്റവും മികച്ച നടനുള്ള സമ്മാനം അവിടെ വെച്ചാണ്. ഫിനിക്സ് എന്ന പപ്പൻ പന്തീരാങ്കാവിൻ്റെ അദ്ദേഹം രചനയും സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ നിന്നാണ് എനിക്ക് ആദ്യമായി ഒരു മികച്ച നടനുള്ള സമ്മാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ, ഞാൻ റേഷൻ ഷാപ്പിൽ നിന്ന് അരി വാങ്ങി വരിക, എന്നെ തടുത്ത് വെച്ച്. അങ്ങനെ വേറെന്താണ്, ഞാൻ പറഞ്ഞ പത്മനാഭൻ എന്നാണ് ശരിക്കും തിരുക്കാടിൽ. പത്മൻ എനിക്ക് പത്മൻ പന്തീരാങ്കാവ് ഞാൻ കണ്ടത്, നിങ്ങളുടെ സ്റ്റേഷനിൽ വരുന്നത്. അത് പറഞ്ഞ വഴിക്ക് തന്നെ വേറെ ഓടി വന്നു പോലീസുകാരെ, ഒരു കറുത്ത മനുഷ്യൻ. അപ്പോൾ പറയും, അയ്യോ ഇയാൾ പത്മ നമ്മളെ നന്മണ്ടല്ലേ, എൻ്റെ അളിയല്ലേ നിങ്ങൾ? ആ അങ്ങനെ രക്ഷപ്പെട്ട് ഒരു കഥയാണ്. കൂത്താണ്ടയ്ക്ക് മുമ്പുള്ള തിരുവാർപ്പ് ഞാൻ ഒരു നാടക മത്സരത്തിൽ സ്റ്റേജിൽ കണ്ടതാണ്. ആ നാടകത്തിൻ്റെ ഉള്ള ഡയലോഗുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു സാധാരണക്കാരൻ എഴുതിയതാണോ എന്ന് പലപ്പോഴും വിസ്മയിച്ചിട്ടുണ്ട് നമ്മൾ. നമുക്കൊരു അത്ഭുതമാണ് തോന്നുക, എങ്ങനെ ഒരു വളരെ കുറച്ച് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു കലാകാരന് ഇത്ര ഭാവഗംഭീരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനും അത് പ്രമേയമാക്കി നാടകം എഴുതാനും കഴിയുന്നു. ഈ പത്മൻ്റെ ഒരു ശിഷ്യനുണ്ട് ഇവിടെ, കരണൻ നടുക്കണ്ടി എന്ന് പറയും, മരിച്ചുപോയ ആൾ. ഈ പത്മൻ്റെ ഏതോ ഒരു നാടകം എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു നാടകത്തിന് മത്സരിക്കാൻ ഞങ്ങൾ ടൗൺ ഹാളിൽ പോയപ്പോൾ അതിൽ മേക്കപ്പ് ചെയ്തത് കരണൻ, അങ്ങനെ മേക്കപ്പ് വെച്ചത് കരണനാണെങ്കിലും അതിൻ്റെ വർക്കുകളെല്ലാം ബേസ് കൊടുക്കുന്നത് പത്മനാണ്. കരണനാണ് അതിൻ്റെ പേരിൽ കരണം വെച്ചെങ്കിലും അതിൻ്റെ ആ ഇന്ന മാതിരി ആവണം, ഇന്ന കളറും കൂടെ യോജിക്കണം എന്നുള്ളതൊക്കെ അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് പത്മൻ്റെ നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ സഹപ്രവർത്തകർക്ക് ഉപജീവനമാർഗം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചിറ്റഴിക്കൂടെ അശ്വതി തിയേറ്ററിലൂടെ ചിറ്റഴിക്കൂടി ഞങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. അത് 2 സ്റ്റേജേ ആകെ ചെയ്തിട്ടുള്ളൂ. സാമ്പത്തികമായിട്ട് വലിയ പൊളിവാണ്, അതെല്ലാം ഞങ്ങൾ കൈകാര്യം ചെയ്തു. അതിലുള്ള നാടകങ്ങളെല്ലാം ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ട് കാരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം പത്മൻ പറഞ്ഞ്, ഞാൻ പറഞ്ഞു നീ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ ഈ സാധനങ്ങൾ പിന്നെ കാലഹരണപ്പെട്ടു പോകും. പിന്നെ അങ്ങനെ കുറേ ആൾ പറഞ്ഞു കൊടുത്തു. ഞാൻ ഒന്ന് സച്ചിദാനന്ദൻ താമരശ്ശേരിയുടെ നാടകങ്ങൾ ഇതേമാതിരി തന്നെ കുറേ കാലം കടന്നു. പിന്നെ അത് പിന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗപ്രദമല്ല, പിന്നെ ആവശ്യമില്ല, കാലത്തിന് അന്യമായി പോകുന്ന സാധനത്തെ കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, പുരുഷൻ കടലുണ്ടൊക്കെ പുസ്തകങ്ങൾ അടിച്ചേർക്കുന്നുണ്ട്, നിനക്കൊരു പുസ്തകം അടിച്ചേർക്കുന്നത് ഒന്നായിരിക്കും. അങ്ങനെയാണ് ആ പുസ്തകം അവൻ ഇറക്കിയത്. അപ്പം പറഞ്ഞു ഞാനതിൻ്റെ കവർ ഞാൻ ചെയ്തു തരാമെന്ന്. രോഷത്തിൻ്റെ നാടകങ്ങളോ എന്താണ് ആ പുസ്തകത്തിൻ്റെ പേര്, ആ പുസ്തകത്തിൻ്റെ കവർ ഞാൻ ചെയ്തു കൊടുത്താൽ
ആ കവർ ഞാൻ ചെയ്തു കൊടുത്താണ്. പിന്നെ ആ ഒരു പുസ്തകം തന്നെ പത്മൻ ഇറക്കിയിട്ടുള്ളൂ, വേറെ പുസ്തകം ഇറക്കിയിട്ടില്ല. KSRTCൻ്റെ ജീവനക്കാർ കലാവിഭാഗവും കെസ്ക അത് തിരുവനന്തപുരത്തെത്തിയാണ് അതുപോലെ നാടകവും. ആ നാടകത്തിൽ തിരഞ്ഞെടുത്തത് രത്നാരൻ തിരഞ്ഞെടുത്തത് എൻ്റെ നാടകമാണ്. അത് പടത്തോട്ടം എന്ന പേര്, പടത്തോട്ടം. അവിടെ എത്തിപ്പെട്ടപ്പോൾ ആ നാടകത്തിന് റിഹേഴ്സലിനൊക്കെ മധുമാഷ് വരും. പിന്നെ മധുമാഷ് കൂടെ പല ആൾക്കാരും നിലമ്പൂർ ബാലേട്ടന്മാരും എല്ലാവരും വരും. അഭിനയിച്ചാൽ കല്ലായി ബാലൻ, ഒരു ബോബിമാഷുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ KSRTCയിലെ കലാകാരന്മാരായിട്ടുള്ള നാടകക്കാർ. അങ്ങനെ അന്നാണ് മധുമാഷ് ലൈറ്റ് ചെയ്യാൻ വരുന്നത്. ഞാൻ അന്ന് വിട്ട് എൻ്റെ മനസ്സിൽ അക്കാലം വരെ മധുമാഷ് തന്നെ ഒരു ഭീകരനാണെന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ എക്സൈറ്റ് ആണല്ലോ. ഇയാളാണെങ്കിൽ ഒരു പച്ച പാവം ഇരിക്കുക. ഞാൻ അന്ന് വിട്ട് നല്ലൊരു മനുഷ്യൻ. എഴുത്തിൽ അതാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. എഴുത്ത് അദ്ദേഹത്തിൻ്റെ നാടകം. ഇപ്പോൾ ഞാൻ പത്മനാഭൻ്റെ പടത്തോറ്റം എന്ന നാടകം, ആ നാടകം ഞാൻ ഇതുമാതിരി ലൈറ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ആ നാടകത്തെക്കുറിച്ച് മനസ്സിലായത്. ട്രാൻസ്പോർട്ടിലെ തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് ചെയ്തത്. അതിൽ അഭിനയിക്കുക ഞാനും ചെയ്തു. കൂടത്തിൽ മധുമാഷും പപ്പേട്ടനും ഞങ്ങളെ കൂടെ തിരുവനന്തപുരത്തേക്ക് ഒരു ആഘോഷമാക്കിയിട്ടാണ് നാടകം കൊണ്ടുപോയത്. ആഘോഷമാക്കി കളിച്ച് പോരുകയും ചെയ്തു. അതിൽ എനിക്ക് ആ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ആക്ടർ എന്നുള്ള സംവിധാനം, പിന്നെ പപ്പേട്ടനും സ്ക്രിപ്റ്റിന് കിട്ടി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവാർഡുകൾ അതിലൂടെ നേടിയെടുക്കാൻ പറ്റി. ഗോൾഡ് മെഡലും കിട്ടി. അന്ന് എനിക്ക് ബാലകൃഷ്ണൻ, നമ്മളെ ട്രാൻസ്പോർട്ടിൻ്റെ മിനിസ്റ്റർ ബാലകൃഷ്ണനായിരുന്നു. അദ്ദേഹം ആ കൊല്ലം ഒരു ഗോൾഡ് മെഡൽ അത് എനിക്ക് കിട്ടിയത്. അങ്ങനെയൊക്കെയുള്ളൊരു വല്ലാത്തൊരു അനുഭവങ്ങൾ തന്ന നാടകമാണ് പടത്തോറ്റം എന്നുള്ളത്. അതൊരു വിഷയം തന്നെ ഭയങ്കര രസകരമായിട്ടുള്ള വിഷയമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ആ ജനകീയ പ്രതിരോധത്തിൻ്റെ ഒരു വലിയൊരു, അത് സാധാരണ രീതിയിൽ മറ്റ് നാടകങ്ങളിൽ നിന്ന് വിഭിന്നമായിരുന്നു. പിന്നെ അദ്ദേഹത്തെ ആ നാടകം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ശരിക്കും വിശകലനം ചെയ്യാം. ഒരു മലയാള നാടകത്തിൽ നല്ലൊരു നാടകക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ചൂണ്ടിപ്പറയാൻ ഈ നാടകം മാത്രം മതി. ഇരുളാടംകുന്ന് എന്ന് പറഞ്ഞൊരു നാടകം എഴുതിയിട്ടുണ്ട്. അടുത്ത കാലത്തല്ല, പ്രസിദ്ധീകരിച്ചതാണ്. അത് ഞങ്ങളെ നാട്ടിലെ പാറക്കുളം വായനശാലയ്ക്ക് വേണ്ടി ചെയ്ത് 14 നാടകങ്ങൾ ലൈബ്രറി കൗൺസിലിൻ്റെ മത്സരമായിരുന്നു. അത് ഒരു 2ാം സ്ഥാനം കിട്ടി. ആ നാടകം ഇതുപോലെയാണ്. വിത്ത്, പിന്നെ നമുക്ക് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി വിത്ത് തരും. നമ്മൾ വിത്ത് ഇവിടുന്ന് ജനിതക വിത്തുകൾ ഉണ്ടാക്കരുത്, വിത്ത് തരും. ആ വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിത്ത് മുളയ്ക്കൂല. അപ്പോൾ ഇതായി ബന്ധപ്പെട്ട് ഉള്ളൊരു സാധനം. അപ്പോൾ അങ്ങനെ പപ്പേട്ട ഇങ്ങനത്തെ ഈ ഒരു സംഭവം പ്രതിഷേധങ്ങൾ, അത് പപ്പേട്ടൻ്റെ വാക്കിൽ ഭയങ്കര ശക്തമായിട്ടുണ്ടാവും. നിങ്ങളവരുടെ കുഴി മാടം കുളം തോണ്ടുന്നു, നിങ്ങളോർക്കുക നിങ്ങളായെന്ന്. അതായത് കടമ്പനിട്ട് രാമകൃഷ്ണൻ്റെ പുറത്തി, അത് പപ്പേട്ടൻ്റെ നാട്ടിൽ ഞങ്ങൾ കളിക്കുന്നു. അവരുടെ കുടുംബമായ എളമന തറവാടിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അവരുടെ കുടുംബ സംഗമത്തിന് അവരുടെ പെങ്ങന്മാരെ മക്കൾ, ഏട്ടന്മാരെ മക്കളെ എല്ലാ പെൺകുട്ടികളും ചേർന്നിട്ട് പപ്പേട്ടൻ്റെ വീട്ടുമുറ്റത്ത്, പപ്പേട്ടൻ്റെ അനിയൻ്റെ വീട്ടുമുറ്റത്ത് നിന്നാണ് റിഹേഴ്സൽ. കടമ്പറ്റൻ്റെ കവിതൻ്റെ അമ്മ സങ്കല്പം കുറത്തി, അതിൻ്റെ റിഹേഴ്സലുകളുടെ രാത്രികളിൽ ഒരുപാട് കാര്യങ്ങൾ, ചരിത്രങ്ങൾ, ടൗൺ ഹാൾ അവതരിച്ച പഴയകാല നാടകങ്ങൾ, അതായത് KT, താജ്, കാര്യാൽ മാഷ്, കുളൂർ മാഷ്, ഒരുപാട് നാടകങ്ങൾ, വാസു പ്രദീപ്. കാരണം പപ്പടം നന്നായിട്ട് ചിത്രം വരയ്ക്കും, നന്നായിട്ട് കുഴലും വായിക്കും, നാടകവും എഴുതും. അപ്പോൾ അത് തന്നെ പുതിയ പരീക്ഷണ നാടകങ്ങളോട് മൂപ്പർ ഭയങ്കര ഇഷ്ടമായിരുന്നു. മൂപ്പർ എപ്പോഴും പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം നാടകം വാസു പ്രദീപ് ഏട്ടൻ്റെ നാടകങ്ങളാണെന്ന് എപ്പോഴും പറയാറുണ്ട് മൂപ്പർ. കാരണം ആ കാലത്ത് പരീക്ഷണത്തിന് വിധേയമാക്കിയ നാടകങ്ങൾ, ഒരു
പരീക്ഷണ നാടകങ്ങൾ, സ്റ്റേജ്, അതിന് രൂപത്തിന് ഭയങ്കര പ്രാധാന്യം കൽപ്പിച്ച നാടകങ്ങളായിരുന്നു വാസു പ്രദീപിൻ്റെ നാടകങ്ങൾ, വാസുചേട്ടൻ്റെ നാടകങ്ങൾ എന്ന് പറയായിരുന്നു. അതെന്നെ വെച്ച് ഭയങ്കര ഇതായിരുന്നു. കാരണം അന്ന് മറ്റ് നാടകങ്ങളെല്ലാം ഒരു പരീക്ഷണത്തിൽ തയ്യാറാവുക, അത് ഓഡിയൻസ് ഏറ്റെടുക്കുക എളുപ്പമല്ലല്ലോ. ആ സമയത്ത് അതിന് തയ്യാറാവിയ ഏറ്റവും വലിയ റൈറ്ററും സംവിധായകനും വാസു പ്രദീപ് എന്ന് പപ്പേട്ടനെ പറയായിരുന്നു. അപ്പോൾ പപ്പേട്ടന് നാടകത്തിനെ കുറിച്ചൊരു പ്രത്യേക ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കന്ന് മനസ്സിലായിട്ടുണ്ട്. ആ നാടകത്തിൻ്റെ ഏത് രീതിയിലാണ് ഇപ്പം പറയുന്നത്, ഇത് പ്രൊപ്പഗൻഡ നാടകങ്ങളല്ല വേണ്ടത്. നാടകം മീഡിയക്ക് പുതിയതായി മാറ്റം വരണം, ഫോമിന് മാറ്റം വരണം, അത് കുറച്ച് പരീക്ഷണാർത്ഥത്തിനാവണം എന്ന് മനസ്സ് സൂക്ഷിച്ച ഒരു നാടകക്കാരാണ് പപ്പേട്ടൻ. അത് ഞാൻ മനസ്സിലാക്കിയത് പപ്പേട്ടന്, കാരണം ഒരുപാട് തെയ്യങ്ങളാണല്ലോ അവർ അവതരിപ്പിച്ച് പോകുന്നത്, വ്യത്യസ്ത കഥാപാത്രങ്ങളാണല്ലോ, അതിനൊരു പ്ലോട്ടുണ്ട്. ഒരു കുട്ടിച്ചാത്തൻ കെട്ടുമ്പം, അല്ലെങ്കിൽ ഒരു ഭഗവതി കെട്ടുമ്പം, അല്ലെങ്കിൽ നാഗക്കാളി കെട്ടുമ്പം അതിനൊരു കഥയുടെ ഒരു ഇതിവൃത്തമുണ്ട്. അതിന് ആദ്യം മധ്യാന്ത ഒരു പൊരുത്തമുണ്ട്. അതിനകത്ത് ചെണ്ടുണ്ട്, അതിൽ താളുണ്ട്, കോസ്റ്റ്യൂമുണ്ട്, മേക്കപ്പ് ഉണ്ട്, പന്തത്തിൻ്റെ വെളിച്ചമുണ്ട്, പ്രത്യേക ഭാവങ്ങളുണ്ട്, പ്രത്യേകമായ ഓഡിയൻസ് ഉണ്ട്. അത് എന്ത് ചെയ്തു, നമ്മൾ തിയേറ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അത് രചനയിൽ കൊണ്ടുവരുന്നത്. എൻ്റെ നാടകത്തിൽ രാഷ്ട്രീയ നാടകമല്ലേ, കക്ഷി രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ നാടകം. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കാത്ത ഒരു നാടകം എനിക്കില്ല. ഇന്നല്ലേ ഇപ്പം ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് കോഴിക്കോട്ട് ഈ അരാഷ്ട്രീയ നാടകത്തിന് വെറുപ്പാണ് ഈ അരാഷ്ട്രീയ നാടകം. ഒന്നുമില്ലാതെ വെറും പ്രണയം നിറങ്ങുക അതൊന്നുമല്ലല്ലോ നാടകം. ഇപ്പം കാലത്തിനോട് ചേർന്ന് നിൽക്കണ്ടേ, പ്രതിഷേധിക്കുന്നിടത്ത് പ്രതിഷേധിക്കണം, പ്രതിരോധിക്കുന്നിടത്ത് പ്രതിരോധിക്കണം. അത് തന്നെയാണ് നാടകം ആവശ്യപ്പെടുന്നത്. അതാണ്. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ ഇങ്ങനെ ആക്ടിങ് ട്രെയിനറായിട്ട്, കുട്ടികളുടെ ആക്ടിങ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. കമൽ സാറുടെ സിനിമ ആമി ചെയ്തിട്ട് അപ്പോഴാണ് ഈ റിഹേഴ്സൽ നടക്കുന്നത്, കുറത്തി എന്നുള്ള റിഹേഴ്സൽ നടക്കുന്നത്. അങ്ങനെയാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് കുറച്ച് നാടകക്കാരെ, കോഴിക്കോടിൻ്റെ പശ്ചാത്തലം സംസാരിക്കുന്ന, കോഴിക്കോട് ഭാഷ സംസാരിക്കുന്ന കുറേ നാടകകലാകാരന്മാരെ വേണമെന്ന് കമൽ സാർ അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ പറയുന്നത്. അങ്ങനെ കോഴിക്കോട് കുറേ നാടകക്കാരെ അവർ വിളിക്കുന്നു. എന്നെ അവർ പറയുന്നു ഇങ്ങനെ കോഴിക്കോട്. അപ്പോൾ ഞാൻ പപ്പേട്ടനോട് പറഞ്ഞു, പപ്പേട്ട ഇങ്ങനെ ഇതുണ്ട്, നമുക്ക് ഒന്ന് പോയി നോക്കിയാലോ. അവിടെ പറഞ്ഞാൽ അത് പോണോ, ഞാൻ പോയി നോക്കി, സിനിമ പോയി നോക്കാം. അങ്ങനെ പപ്പേട്ടൻ അത് സാംസ്കാരിക നിലയത്തിലെത്തുന്നു കോഴിക്കോട്. അവർ പെട്ടെന്ന് തന്നെ പപ്പേട്ട അവർ ഒന്ന് വായിച്ചു നോക്കി തരണേ. പപ്പേട്ട അത് ഡയലോഗ് പറയുന്നു. പപ്പേട്ടൻ പറഞ്ഞ് എന്നെ കാസ്റ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം ലക്ഷദ്വീപിൽ പോകുന്നു. വിനായകൻ്റെ അച്ഛനായിട്ട് ഒരു തളവാദം പിടിച്ചു കിടക്കുന്ന അച്ഛനായിട്ട് അഭിനയിക്കുന്നു. അത് വലിയൊരു സിനിമേൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞു. പിന്നെ 41 സിനിമ, ലാൽ ജോസിൻ്റെ സിനിമ, പിന്നെ ആസിഫ് അലീൻ്റെ അപ്പനുള്ളൊരു സിനിമ, പിന്നെ ധ്യാൻ ശ്രീനിവാസിൻ്റെ അപ്പൻ്റെ ഒരു സിനിമ. നമസ്കാരം, ഞാൻ ലാൽ ജോസ്. പപ്പേട്ടനുമായിട്ട് എനിക്ക് ഒരു സിനിമയിൽ വർക്ക് ചെയ്ത ബന്ധമാണുള്ളത്. ഞാൻ 41 എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യാൻ ഈ കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ ഭാഗത്തുള്ള കലാകാരന്മാരിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പം അവർ കൊണ്ടുവന്ന് വന്ന ഓഡിഷൻ്റെ വീഡിയോസിൽ നിന്നാണ് ഞാൻ പപ്പേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു നാടക പ്രവർത്തകനാണ്. മുൻപ് ഏതൊക്കെ ചില സിനിമകളിലെ ചെറിയ റോളിലാണോ ഒക്കെ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, എനിക്ക് പരിചയമുള്ള ആളാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ ക്യാരക്ടറിലേക്ക് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തു. വളരെ നിഷ്കളങ്കമായ ചിരിയുള്ള ഒരാളാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. 41 വർക്ക് ചെയ്യാൻ വന്ന കുറച്ച് ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ വീണ്ടും കാണണമെന്നും വീണ്ടും സിനിമയുമായിട്ടൊക്കെ അദ്ദേഹത്തെ സഹകരിപ്പിക്കണമെന്നും ഒക്കെ ആഗ്രഹം തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റം. വളരെ എന്താ പറയണ്ട, വളരെ വിനയത്തോടു കൂടിയിട്ടുള്ള ഇടപെടലുകൾ. സെറ്റിലുള്ള എല്ലാ ആളുകളെയും അദ്ദേഹം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അദ്ദേഹം ആകർഷിച്ചു. അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. അത്രത്തോളം വേഴ്സറ്റൈലായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വേഴ്സറ്റാലിറ്റി, ആർട്ടിൻ്റെ മേഖലയിൽ വേഴ്സറ്റൈൽ ഇടപെടൽ, ഇൻ്റർവെൻഷൻ നടത്തിയ ഒരാൾ. കാരണം ഫോക്കാട്ടിലായാലും ആൾ ഇത്രയും മേഖല കൈകാര്യം ചെയ്യുന്ന, നാടകത്തിലായാലും അയാൾ
എന്ത് ചെയ്യുന്നു, നാടകം എഴുതുന്നു, നാടകം അഭിനയിക്കുന്നു, നാടകത്തിന് സമയം, അതിൻ്റെ എന്താണ് രംഗവസ്തുക്കൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് മൂപ്പരെ കൊണ്ടു നടന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസം. അച്ഛൻ വല്യവിലാസം നാടകം അക്കാലത്ത് സിനിമയൊന്നും ഇല്ലാത്തൊരു കാലമാണ്. തിറയാട്ടം വല്ലാതെ കുറവാണ്. സിനിമയൊന്നുമില്ല, ടി വിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് നാടകം മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ നാടകത്തിൽ അച്ഛൻ ശ്രീവേഷം കിട്ടുന്ന ആളായിരുന്നു. വല്യരാമൻ എന്നുള്ള ഒരു പേരും കൂടി അച്ഛനെ കിട്ടിയിട്ടുണ്ട്. വല്യവിലാസത്തിൽ വല്യന് ശ്രീവേഷം കിട്ടുന്ന അതിൽ അച്ഛൻ അഗ്രണിയായിരുന്നു ശ്രീവേഷം കിട്ടുന്നതിൽ. തിറയാട്ടത്തിലും ശ്രീവേഷം കിട്ടുന്നതിന് അച്ഛൻ നല്ല പേരുള്ള ഒരാളായിരുന്നു. തിറയാട്ടം, നാടകം, തിറയാട്ടങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ്റെ പാരമ്പര്യ കഴിവുകൾ. ആ പാരമ്പര്യത്തോടുകൂടി ഏട്ടനും ഞാൻ തന്നെ ആ പാരമ്പര്യത്തിൽ കൂടി തന്നെ വന്നു. ഏട്ടൻ ആദ്യം തന്നെ നാടകമായിട്ട് അങ്ങനെ വന്ന്, പിന്നെ തിറയാട്ടത്തിൽ കുറച്ച് കാലം വന്ന്, പിന്നെ അതിൽ നിന്ന് പിന്മാറി, പിന്നെ നാടകം മാത്രമായിട്ട് അങ്ങനെ പാട്ടും നാടകമായിട്ട് അങ്ങനെ കൂടി. അതിൽ ഒരു തിറയാട്ട കുടുംബത്തിൽ എനിക്ക് കഴിഞ്ഞ ഒരു അഭിമാനമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നമുക്ക് ചിത്രം വരയ്ക്കാനും കളറുകളെ പറ്റി അറിയാനൊക്കെ കഴിഞ്ഞത് ഈ തിറയാട്ടത്തിൻ്റെ മുഖത്തെടുത്തു അതിൻ്റെ ആ ഒരു പാറ്റേൺ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതാണ് ഒരു ബേസായിട്ടൊരു സാധനം. തിറയാട്ടം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, ഏത് ആർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു തുടക്കം തന്നെയാണ് ഇതിലേക്ക് പോകുന്നത്. കലാകാരന്മാർ എന്നും സ്മരിക്കപ്പെടേണ്ടവരാണ്. അവർ ജീവിച്ച കാലഘട്ടത്തിൽ ഒരു ചരിത്രം രചിച്ചവരാണ് അവർ. അതിനെഴുതപ്പെട്ട രേഖകൾ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. എൻ്റെ ഓർമ്മയിൽ അന്നൊക്കെ സംഭാവന നൽകിയവർ എന്തെങ്കിലും നാളെ ആവും എന്ന് പ്രതീക്ഷിച്ചല്ല അവരാരും ഈ രംഗത്ത് വന്നത്. തീർച്ചയായും അവരെയൊക്കെ അടയാളപ്പെടുത്തി വെക്കണം. ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്നതിലും കലാപരമായ ഒരു മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നതിനും ഇത്തരം പഴയ ആളുകൾ, പത്തൻ, പന്തിരാങ്കാവ് അടക്കമുള്ള നിരവധി വരുന്ന ആളുകൾ, അവരെയെല്ലാം ഇനിയും ഡോക്യുമെൻ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്, വിസ്മരിക്കപ്പെടാൻ പാടുള്ളതല്ല. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാൻ അതികൂടമേ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാൻ അതികൂടമേ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കൊണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങേടുവാ സ്വപ്നത്തിൻ കൽപ്പമകോ ഞാൻ വിളിക്കാൻ. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങേടുവാ സ്വപ്നത്തിൻ കൽപ്പമകോ ഞാൻ വിളിക്കാൻ. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിൽക്കാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ഒരു പുഷ്പം